ഉത്തരേന്ത്യയിലെ ആൾക്കൂട്ടാക്രമണം കേരളത്തിൽ സർക്കാർ വകുപ്പുകൾ ഏറ്റെടുക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തല്ലിക്കൊന്നില്ലെങ്കിലും നിരപരാധികളെ സംശയത്തിന്റെ പേരിൽ ജയിലിലിട്ട് പീഡിപ്പിക്കുന്നത് പതിവായിട്ടുണ്ട്. വ്യാജ LSD സ്റ്റാമ്പ്, കൽക്കണ്ട MDMA, മ്ലാവിറച്ചി, പേരൂർക്കട വ്യാജ മോഷണം തുടങ്ങിയ കേസുകളിലെല്ലാം ഇരകൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ ആ നിരപരാധികളുടെ ജയിൽവാസത്തിനും സഹിച്ച അപമാനത്തിനും ഉത്തരവാദികളില്ല. അക്രമത്തിനു ശേഷം ആൾക്കൂട്ടം പിരിഞ്ഞു പോകുന്നത് പോലെ ഉത്തരവാദികൾ രക്ഷപ്പെടുകയാണ്. സർക്കാരും കണ്ണടയ്ക്കുന്നതോടെ സംഭവങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ നിരപരാധികളെ ജയിലിലടച്ചത് വന്യജീവി ആക്രമണങ്ങൾ ചെറുക്കുന്നതിൽ പരാജയപ്പെട്ടും കള്ളക്കേസെടുത്തും കർഷക ഭൂമിയിൽ അവകാശം ഉന്നയിച്ചുമൊക്കെ സമാന്തര ഭരണം നടത്തുന്ന വനംവകുപ്പാണ്. തൃശൂർ ചാലക്കുടി പേരാമ്പ്ര സ്വദേശി ജോബി, മേച്ചർ സ്വദേശി സുജേഷ് എന്നിവർക്കെതിരെയാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ കേസെടുത്തത്. ഡാൻസ് ഓഫ് എന്ന മയക്കുമരുന്ന് വിരുദ്ധ പ്രത്യേക സേന ജോബിയുടെ വീട്ടിൽ പരിശോധന നടത്തിയതാണ് തുടക്കം. മയക്കുമരുന്ന് കിട്ടിയില്ലെങ്കിലും ഫ്രിഡ്ജിലിരുന്ന് ഇറച്ചി കിട്ടി. ഡാൻസ് ഓഫ് അത് വനംവകുപ്പിനെ അറിയിക്കുകയും വനംവകുപ്പ് വീട്ടിലെത്തി ഇറച്ചി മ്ലാവിൻ്റെതാണെന്ന് തീരുമാനിച്ച് കേസെടുക്കുകയും ചെയ്തു. ഇറച്ചി സുജേഷ് തന്നതാണെന്ന് ജോബി പറഞ്ഞെന്ന് പറഞ്ഞ് സുജേഷിനെതിരെയും കേസെടുത്തു. 35 ദിവസത്തോളം ഇവർ റിമാൻഡിൽ ജയിലിലായിരുന്നു. തുടർന്ന് കോടതി ജാമ്യം കൊടുത്തു. വീണ്ടും 6 മാസത്തിനു ശേഷം മ്ലാവിറച്ചിയല്ല പോത്തിറച്ചിയാണെന്ന് പരിശോധനാ ഫലം വന്നു. കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ കേസെടുത്തതെന്നാണ് വനംവകുപ്പ് പറയുന്നത്. യുവാക്കളെ മർദ്ദിച്ച് കുറ്റം സമ്മതിപ്പിക്കുകയായിരുന്നെന്ന് അവരുടെ വക്കീൽ ആരോപിച്ചു. കുറ്റാരോപിതർ പറയുന്നത് പോലെ മർദ്ദിച്ച് പറയിപ്പിച്ചതാണെങ്കിൽ ആ ഉദ്യോഗസ്ഥർ സർവീസിൽ തുടരരുത്. ജയിലിൽ പോകാനുള്ള ആഗ്രഹം കൊണ്ട് വീട്ടിലിരുന്ന പോത്തിറച്ചി മ്ലാവിൻ്റെതാണെന്ന് സമ്മതിച്ചതാണെങ്കിൽ ജോബിയുടെയും സുജേഷിന്റെയും മാനസിക നില പരിശോധിക്കണം. തങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. കോഴിക്കോട് 2 യുവാക്കൾക്കെതിരെ ചുമത്തിയ വ്യാജ മയക്കുമരുന്ന് കേസിൽ തങ്ങൾക്ക് വീഴ്ചയില്ലെന്ന് പോലീസ് കണ്ടെത്തിയത് ഉദാഹരണം. കഴിഞ്ഞ നവംബറിലാണ് ഡാൻസ് ഓഫ് സംഘം കോഴിക്കോട് നിന്ന് ബിജു മാത്യു, മണികണ്ഠൻ എന്നീ യുവാക്കളെ MDMA ആണെന്ന് പറഞ്ഞ് കൽക്കണ്ടവുമായി അറസ്റ്റ് ചെയ്തത്. പിന്നീട് രാസപരിശോധനയിൽ അത് കൽക്കണ്ടമാണെന്ന് തെളിയുകയും ഏപ്രിലിൽ യുവാക്കളെ കോടതി വെറുതെ വിടുകയും ചെയ്തു. പക്ഷേ 151 ദിവസം ജയിലിൽ കിടന്നു. മ്ലാവിറച്ചി കേസിൽ വനംവകുപ്പ് പറഞ്ഞതുപോലെ ഇവിടെയും പോലീസ് പറഞ്ഞത് പ്രതികൾ കുറ്റം സമ്മതിച്ചെന്നാണ്. വീട്ടിലേക്ക് വാങ്ങിയ കൽക്കണ്ടമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞതാണെന്ന് യുവാക്കളും പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിന് വീഴ്ചയില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. കൽക്കണ്ടമാണെന്ന് യുവാക്കൾ പറഞ്ഞില്ലത്രേ. അവർ മ്ലാവിറച്ചിയാണെന്ന് സമ്മതിച്ചതുപോലെ ഇവർ കൽക്കണ്ടം MDMA ആണെന്നും സമ്മതിച്ചു. ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോഴും സർവീസിലുണ്ട്. 2023 ഫെബ്രുവരിയിലാണ് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണി മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായത്. മരുമകളുടെ സഹോദരി ലിവിയ ജോസ് LSD സ്റ്റാമ്പ് ഷീലയുടെ ബാഗിൽ വെച്ച് കുടുക്കുകയായിരുന്നുവെന്ന് പിന്നീട് തെളിഞ്ഞു. ഈ കേസിൽ അറസ്റ്റ് ഉണ്ടായി. തന്നെ കുടുക്കിയതിൽ പങ്കുണ്ടെന്ന് ഷീല ആരോപിച്ച എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ഒന്നും സംഭവിച്ചില്ലെങ്കിലും ലിവിയ അറസ്റ്റിലായി. കഴിഞ്ഞ മാസമാണ് തിരുവനന്തപുരം പേരൂർക്കടയിൽ മാല മോഷ്ടിച്ചെന്ന് പറഞ്ഞ് ബിന്ദു എന്ന ദളിത് യുവതിയെ കുടിവെള്ളം പോലും കൊടുക്കാതെ 20 മണിക്കൂറോളം പോലീസ് സ്റ്റേഷനിൽ നിർത്തിയത്. ഒടുവിൽ പരാതിക്കാരിയുടെ, അതായത് യുവതി ജോലിക്ക് നിന്ന് വീട്ടിൽ നിന്ന് തന്നെ മാല കണ്ടെടുത്തു. എന്നിട്ടും ബിന്ദുവിനെതിരെ എടുത്ത FIR റദ്ദാക്കാതിരുന്നത് വിവാദമായി. 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. അത്ര തന്നെ. പാവങ്ങൾക്കും നിരപരാധികൾക്കും ഭീഷണിയായി ഇത്തരക്കാർ നാളെയും സർവീസിലുണ്ടായിരിക്കും എന്നതാണ് ചരിത്രം. ED റെയ്ഡുകളിൽ മാത്രമല്ല ഭരണകൂട ഭീകരത. സംസ്ഥാന വകുപ്പുകളുടെ ഇത്തരം ഉദ്യോഗസ്ഥ കൂട്ട ആക്രമണങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭരണകൂട ഭീകരതയാണ്. സംശയമുണ്ടെങ്കിൽ ഇത്തരം സംഭവങ്ങൾക്ക് മുൻപും ശേഷവും മേൽപ്പറഞ്ഞ ഇരകളുടെ വ്യക്തിജീവിതവും അവരുടെ കുടുംബങ്ങളിലെ അവസ്ഥയും എന്താണെന്നൊന്ന് അന്വേഷിച്ചാൽ മതി. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത് എന്ന ആപ്തവാക്യം ചില അപരാധികൾ അട്ടിമറിക്കുന്നത് നീതിന്യായ സംവിധാനങ്ങളെങ്കിലും തിരിച്ചറിയണം. അകത്താക്കുന്നവർ പുറത്തങ്ങനെ വിലസരുത്.